ഈ നെയ്യാറ്റിൻകരയിൽ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത സിപിഐഎമ്മിന്റെ കുരുത്തം കെട്ട പുതിയ നേതൃത്വത്തെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ സമര ചരിത്രം ആരംഭിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ പിണറായി വിജയന്മാരും ജയരാജന്മാരും സിപിഐഎമ്മിനെ കൊണ്ടുപോകുന്നത്? അവരിപ്പോ കൂറുമാറ്റത്തെക്കുറിച്ച് പറയുന്നു, ധാർമ്മികതയെക്കുറിച്ച് പറയുന്നു, പണം വാങ്ങിയെന്ന് ആരോപിക്കുന്നു. ഇവിടെ പറഞ്ഞു, ആരാ പണം വാങ്ങിയെന്ന് ആരോപിക്കുന്നവൻ മുൻപിൽ നിൽക്കുന്നത്? കള്ളച്ചാരായക്കാരന്റെ സ്വകാര്യ ഡയറിയിൽ പേര് പതിഞ്ഞ മാന്യൻ, സൂര്യനെപ്പോലെ തിളങ്ങുന്ന പൊതുജീവിതത്തിന്റെ ഉടമയായ സഖാവ് സെൽവരാജനെ നോക്കി, സൂര്യനെ നോക്കി ശ്വാനം കുറയ്ക്കുന്നത് പോലെ പറയുകയാണ്. ലക്ഷങ്ങളും കോടികളുമൊക്കെ ആയിരുന്നു സഖാവ് സെൽവരാജിന്റെ ലക്ഷ്യമെങ്കിൽ അവിടെ തന്നെ നിന്നാ പോരെ? അതല്ലേ മെച്ചം ഇപ്പോ ഇന്നത്തെ കാലത്ത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം എന്തിനു വേണ്ടിയാണെങ്കിലും ചെലവിടാൻ കെൽപ്പുള്ള ഇന്ന് കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടി ഏതാ? അപ്പോ ഈ മാറ്റം സിപിഎമ്മിന് അനുകൂലമായാൽ അത് ജനാധിപത്യം, സിപിഎമ്മിന് വഞ്ചന, വർഗവഞ്ചകൻ. ഏത് വർഗത്തിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ഏത് വർഗത്തിന്റെ താല്പര്യമാണിപ്പോ സിപിഐഎമ്മിന്റെ നേതാക്കൾ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? സാന്റിയാഗോ മാർട്ടിനും ഫാരീസ് അബൂബക്കറും ഒക്കെ അടങ്ങുന്ന പുതിയ വർഗത്തിന്റെ താല്പര്യങ്ങളല്ലേ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? പാലോറ മാതയുടെ പാരമ്പര്യമാണോ? ദേശാഭിമാനി പത്രത്തിനു വേണ്ടി സംഭാവന ചെയ്യാൻ കയ്യിൽ ഒന്നുമില്ലാതെ വന്നപ്പോ ഓമനിച്ചു വളർത്തിയ ഏക സമ്പാദ്യമായ പശുക്കുട്ടിയെ തന്റെ പാർട്ടിയുടെ പത്രത്തിനായി സംഭാവന ചെയ്ത പാലോറ മാതയുടെ പാരമ്പര്യമാണോ? വി എസ് തന്നെ സെൽവരാജിനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് വി എസ് ഇപ്പോ ഏതാണ്ട് മാപ്പ് സാക്ഷിയാവാനുള്ള ഒരു ശ്രമത്തിലാണ് എന്നാണ്. അതിദയനീയമായ ഒരു അവസ്ഥയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും എത്തിപ്പെടാൻ പാടില്ലാത്ത അതിദയനീയമായ, ആരെയും വേദനിപ്പിക്കുന്ന അധപ്പതനത്തിലാണ്, അത്തരമൊരവസ്ഥയിലാണ് സഖാവ് വി എസ് എത്തിപ്പെട്ടിട്ടുള്ളത്. കുറെ ദിവസങ്ങളായി, മാസങ്ങളായി തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുടെ പേരിൽ ഇനി ഈ സ്ഥാനത്ത് തുടരേണ്ടതില്ല, ഈ ഭാരം ചുമന്നിനി ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കേണ്ടതില്ല എന്ന് 4 പതിറ്റാണ്ട് കാലത്തിലധികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിക്കുന്നു? പണവും ലാഭവുമായിരുന്നു ലക്ഷ്യമെങ്കിൽ രാജിവെച്ച് പോകേണ്ടതില്ല. സിപിഎമ്മിൽ നിന്ന് വളരെ സമർത്ഥമായി ഔദ്യോഗിക പക്ഷത്തോട് ഒട്ടിനിന്ന് എല്ലാ സൌകര്യങ്ങളും നുകർന്നു പോവാം. ഒരു പ്രയാസമില്ല. ഈ രാജ്യം പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ല. ഏത് നിലപാടെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഒരു പൌരന്. സിപിഎമ്മിൽ നിന്നും രാജിവെച്ച് നേരെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വാതിലിൽ പോയി മുട്ടി ആ പാർട്ടിയിൽ ചേരുന്ന നിലപാടല്ല സ്വീകരിച്ചത്. എനിക്ക് മടുത്തു, ഞാനിതാ ഉപേക്ഷിക്കുന്നു, ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കും. ഒരു പാർട്ടിയുടെയും ഭാഗമാവാതെ, ഒരു മുന്നണിയുടെയും ഭാഗമാവാതെ. എന്താ ഈ നാട്ടിൽ ഒരു മനുഷ്യന് ജീവിച്ചൂടെ? ബംഗാളിലെ കാര്യം പറയാതിരിക്കുക നല്ലത്. ബംഗാളിൽ സിപിഎം ആന്ന് പറഞ്ഞ് റോഡിലിറങ്ങി നടക്കുന്നില്ല ആള്. ഗ്രാമീണർ കെട്ടിയിട്ട് തല്ലുകയാണ്, മരത്തിൽ കെട്ടിയിട്ട് തല്ലുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും റോട്ടിൽ കൂടെ നടന്നു പോകുന്നത് കണ്ടാൽ ഗ്രാമീണർ ഓടിക്കൂടി അയാളെ പിടിച്ച് മരത്തുമ്മ കെട്ടിയിട്ട് മതി വരുവോളം തല്ലുന്നു. ഇപ്പൊ പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് നടക്കാൻ പോകുന്നു. ബംഗാളിൽ നിന്നും സഖാക്കൾ വരുന്നത് ബ്രാഞ്ച് സമ്മേളനം നടത്താതെയാണ്, ലോക്കൽ സമ്മേളനം നടത്താതെയാണ്. കാരണം ബ്രാഞ്ചും ലോക്കലൊന്നും ഇല്ല അവിടെ. 36 കൊല്ലത്തെ ഭരണത്തിന്റെ ഭാഗമായി ബ്രാഞ്ചായ ബ്രാഞ്ചൊക്കെ പിരിച്ചുവിട്ടു, ലോക്കലായ ലോക്കൽ കമ്മിറ്റികളൊക്കെ പിരിച്ചുവിട്ടു. പൊടി പാറിയ ഭരണമാണ്.
സ്വകാര്യവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും എതിരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് എന്തിനാ നിങ്ങൾ ഇനിയും ജനങ്ങളെ പറ്റിക്കുന്നത്? ദയവായി പറയരുത്. നിങ്ങൾ ആഗോളവൽക്കരണത്തെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. ഇവിടെ ആഗോള നയങ്ങൾക്കും സ്വകാര്യവൽക്കരണത്തിനുമെതിരെ സമരം പ്രഖ്യാപിച്ച് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന LDF, CPM കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തല്ലേ ഈ നാട്ടിലെ റോഡെല്ലാം വിദേശ കമ്പനിക്ക് തീറെഴുതി കൊടുക്കുന്ന കരാറിൽ ഒപ്പുവെച്ചത്? എത്ര വലിയ വഞ്ചനയാണ്! എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനൊരു നിലപാടെടുക്കാൻ കഴിയും? പൊതുപാതകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ വിദേശ കമ്പനിക്ക് നമ്മൾ ചുങ്കം കൊടുക്കണം. ആരാ കരാറിൽ ഒപ്പിട്ടത്? VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്. ഭയം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ CPM-ൽ നാളെ നിൽക്കുന്നത്, ബഹുമാനം കൊണ്ടല്ല. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. അധികകാലമൊന്നും ആളുകളെ പേടിപ്പിച്ചു നിർത്താൻ CPM-ന് കഴിയില്ല. നിങ്ങളുടെ ചങ്ങലകൾ, നിങ്ങളുടെ കടാരമനകൾ, നിങ്ങളുടെ അതിർത്തികളെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അതിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാനുള്ള പോരാട്ടത്തിലേക്ക് വരും. ഒരു സെൽവരാജിൽ അവസാനിക്കുന്നില്ല, ഒരു മുരളിയിൽ അവസാനിക്കുന്നില്ല, ഒരു ചന്ദ്രശേഖരിൽ അവസാനിക്കുന്നില്ല. ഇനിയും ഞങ്ങളെക്കാളുമൊക്കെ ഉശിരന്മാരായവർ വരും. അവർ സംരക്ഷിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ. പോകുവാൻ നമുക്ക് ഏറെ ദൂരമുണ്ടതോർക്കുവിൻ, വഴിപിഴച്ചു പോയിടാതെ മിഴിതെളിച്ചു നോക്കുവിൻ. നേരിടാൻ കരുത്തു നേടണം നിരാശയിൽ, വീണിടാതെ നേരിനായി പൊരുതുവാൻ കുതിക്കണം.